റമളാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഏതു മാസത്തിലാണെന്ന് നിങ്ങൾക്കറിയാമോ? പലർക്കും അറിയാത്ത ഒരു സത്യമാണിത്. ഇസ്ലാമിക കലണ്ടറിലെ ആദ്യ മാസമാണ് മുഹറം. എന്നാൽ ഇത് ഒരു പുതിയ മാസം മാത്രമല്ല, അള്ളാഹു വിശുദ്ധമാക്കിയ 4 മാസങ്ങളിൽ ഒന്നാണ് മുഹറം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, റമളാനിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അള്ളാഹുവിൻ്റെ മാസമായ മുഹറമിലെ നോമ്പാണ്. മുഹറം മാസം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു പുതിയ വർഷത്തിൻ്റെ തുടക്കം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലും ഒരു പുതിയ തുടക്കം വേണമെന്നതാണ്. കഴിഞ്ഞ വർഷം നമുക്ക് നഷ്ടപ്പെട്ട നന്മകൾ എന്തൊക്കെയാണ്? നമസ്കാരത്തിൽ വന്ന വീഴ്ചകൾ എന്തൊക്കെയാണ്? ഖുർആനുമായുള്ള ബന്ധം എത്രത്തോളം ഉണ്ടായിരുന്നു? ഈ ചോദ്യങ്ങൾ സ്വയം ചോദിക്കാനുള്ള സമയമാണ് മുഹറം. പ്രത്യേകിച്ച് മുഹറം മാസത്തിലെ ആശുറ ദിനം വളരെ മഹത്തമായ ദിവസമാണ്. ആ ദിവസം നോമ്പനുഷ്ഠിക്കുന്നവർക്ക് കഴിഞ്ഞ ഒരു വർഷത്തെ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ ഇസ്ലാമിക വർഷം ആരംഭിക്കുമ്പോൾ ഒരു തീരുമാനമെടുക്കാം. നമസ്കാരം കൃത്യമായി നിർവഹിക്കും, ദിവസവും ഖുർആൻ പാരായണം ചെയ്യും, ദിക്റുകളും ദുആകളും വർദ്ധിപ്പിക്കും, അള്ളാഹുവുമായുള്ള ബന്ധം അടുപ്പിക്കും. കാരണം ഒരു പുതിയ വർഷമെന്നത് കലണ്ടറിലെ ഒരു മാറ്റം മാത്രമല്ല, അത് നമ്മളെ മാറ്റാനുള്ള ഒരു അവസരമാണ്. മുഹറം മാസത്തിലെ വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ദിവസമാണ് മുഹറം 9ഉം 10ഉം. മുഹറം 9 താസുആഉം മുഹറം 10 ആശുറഉം എന്ന പേരിൽ അറിയപ്പെടുന്നു. യഹൂദന്മാർ ആശുറ ദിവസം മാത്രം നോമ്പ് അനുഷ്ഠിച്ചിരുന്നതിനാൽ അവരിൽ നിന്നും വ്യത്യസ്തരാകാൻ വേണ്ടി 9ാം ദിവസവും നോമ്പ് നോക്കാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. മുഹറം മാസത്തിലെ ഏറ്റവും പ്രത്യേകത നിറഞ്ഞ ഒരു ദിവസമാണ് ആശുറ. ഈ ദിവസം നോമ്പനുഷ്ഠിക്കുന്നവർക്ക് കഴിഞ്ഞ ഒരു വർഷത്തെ ചെറിയ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരുമെന്ന് ഹദീസിൽ കാണാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും സമൂഹവും ഫിർഔനിൽ നിന്നും രക്ഷപ്പെട്ടത് ഈ ദിവസത്തിലാണെന്ന് പറയപ്പെടുന്നുണ്ട്.